കനക കനക ഒന്നിങ്ങ് വന്നേടാ. വന്നേ എടാ, ഈ പ്രസിഡന്റ് ഒക്കെ ആവണമെങ്കിലേ ഡൽഹിക്ക് പോകേണ്ടി വരുമോ? പ്രസിഡന്റ് ആവണമെങ്കിൽ ഡൽഹിക്ക് പോകേണ്ടി വരും. ചില പോകേണ്ടി വരും. അപ്പൊ പോയി ക്ലീറ്റോ ക്ലീറ്റോടെ ആരാണ് നീ ചോദിച്ചത്? എടാ ഇതെന്താ അറിയാവോ, ഇന്നിപ്പോ രാവിലെ പോയില്ലേ, പ്രസിഡന്റ് ആവൂന്നും പറഞ്ഞാണല്ലോ പോയത്. അന്നേരം പോയതാ, പിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല. അല്ലടാ, എന്റെ സംശയം മറ്റേ ഡൽഹിക്ക് പോയിട്ടുണ്ട് എന്നാ. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് പോയത് രാവിലെ. എടാ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിലും ഇവരുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാനാണല്ലോ. നാത്തിനോട് പറയാതെ പോവൂ? അതാണ് എനിക്ക് വിളിച്ചിട്ടാണെങ്കിൽ എന്തോ പറയുന്നതിനകത്ത് ഹിന്ദിയാന്ന് തോന്നുന്നു. ചിലപ്പോ അവിടെ തിരക്കായി പോയി കാണും, അതായിരിക്കും വിളിക്കാൻ. നീ കളിയാക്കല്ലേ, നീ ഒന്ന് ഓർത്ത് നോക്ക്. സാധാരണഗതിയിൽ ക്ലീറ്റോ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോവാറുണ്ട്. നടക്കൂല എന്ന് പോണ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഏത് മനസ്സിലാവും. പക്ഷെ ഇന്ന് പോയപ്പോ അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടായി ക്ലീറ്റോന്റെ മുഖത്ത്. അതൊന്നല്ല, നീ ശരിക്കും ഒരു ഉറച്ച മനസ്സോടുകൂടിയാ ക്ലീറ്റോ പോയത്. അവൻ എല്ലാ ദിവസവും അങ്ങനെയാണ് പോകാറുള്ളത്. തിരിച്ചു വരുമ്പോ ഉറപ്പ് കാണുമല്ലോ. അല്ലടാ, ഡൽഹി നീ ഒന്ന് വിളിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരമായിട്ട് വരാതിരിക്കോ? എന്ത് എന്താ ക്ലീറ്റോന് അതിനുള്ള അർഹത ഇല്ലേ? കുറെ നാൾ അന്വേഷിക്കായിരുന്നു നീ എന്തുകൊണ്ടാണ് അവനോട് ഇറങ്ങിപ്പോയത്. ഇപ്പൊ നീ മനസ്സിലായി. ഒരു തലയ്ക്കകത്ത് ആള് താമസം. കനക, ഒരാള് നന്നാവുമ്പോ നിന്റെ ഈ ഇങ്ങനത്തെ നാക്കം കൊണ്ട് എന്റെ ക്ലീറ്റോ ഒരു സ്ഥലത്തും എത്താതെ പോയത്. എന്റെ നാക്കിലാണ് അവന്റെ കയ്യിരിപ്പുള്ളതുകൊണ്ടാണ്. പിന്നെ കയ്യിരിപ്പുള്ളതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ പോയത് ക്ലീറ്റോനെ. പ്രസിഡന്റ് വരട്ടെ. അതാ എന്റെ പൊന്നെ, ഒന്ന് വിളിച്ചു നോക്കടാ നീ. നിന്റെ ഫോണിൽ അല്ല, എന്റെ ഫോണിൽ വിളിച്ചപ്പോഴല്ലേ ഹിന്ദിയിൽ പറഞ്ഞത്. ഹിന്ദിയിൽ വിളിച്ചു നോക്കുമ്പോ ചിലപ്പോ കിട്ടിയാലോ. അതല്ല, ഡൽഹിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കും കൂടി പോകണം. എന്ത് ഡൽഹി എന്ന് പറഞ്ഞാ അങ്ങ് ദൂരെയൊന്നും അല്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അതല്ല, അവൻ എന്തിനു ഡൽഹി പോയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രസിഡന്റ് ആവാൻ പിന്നെ ഇവിടെ വീട്ടിൽ കയറ്റിയിരുത്തി പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ? അത് പ്രസിഡന്റ് ആവുന്നവരൊക്കെ അങ്ങോട്ട് പോകും, ഡൽഹിക്ക് പോകും. എന്തായി, കിട്ടണ്ടോ? വല്ലുണ്ടോ? ഉണ്ടോ? സ്വിച്ച് ഓഫ്. ആണോ? അവൻ സ്വിച്ച് ഓഫ് വെച്ചിരിക്കുന്നത്. അതെന്തായിരിക്കോ? ദൈവമേ, സത്യപ്രതിജ്ഞ എല്ലാ നേരത്തെ എനിക്കും കൂടി പോണായിരുന്നു. ഞാനില്ലാഞ്ഞിട്ട് വ്യസനിക്കനുണ്ടാവും. നിനക്ക് വല്ല കുഴപ്പമില്ലടി. അങ്ങനെ വല്ല ഉണ്ടാവുന്ന വിളിച്ച് പറയൂലേ? വിളിച്ചു പറയാനുള്ളൊരു നാത്തൂനടുത്ത് പറയാതെ പോവൂ? അല്ല, അതിനുള്ളൊരു സാവകാശം ആൾക്കാർ പത്രക്കാരൊക്കെ വന്ന് സിനിമയിൽ കാണും പോലെ. നീ പോയിക്കാ കനക, നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ലാനായിട്ട്. ഇത് സിനിമയിൽ മാത്രമേ ഇതിനൊക്കെ മ്യൂസിക് ഉള്ളൂ, ജീവിതത്തിലൊന്നും മ്യൂസിക് ഇല്ല. എന്ത് വേണ്ട കളിയാക്കാതെ. ഫോട്ടോ അല്ലേ? ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ആവാൻ ഡൽഹിക്ക് പോയിട്ടുണ്ടാവും. ഡൽഹിക്ക് പോയേനെ, ബീഹാറിലേക്ക്. സമയത്ത് ഞാൻ എത്തി. കിട്ടില്ല, ആര് വിളിച്ചാലും കിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് എന്ത് പറഞ്ഞിട്ട് പോയി പ്രസിഡന്റ് ആവാൻ പോണെന്ന്? എടി പോത്തെ, ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എങ്ങനെയാവുക? ആ മെമ്പർമാർ മുഴുവനും വോട്ട് ചെയ്ത് ഐക്യകണ്ഠേന വേണം ഒരാളെ പ്രസിഡന്റ് ആക്കാൻ. ഈ ജമ്മത്തിൽ ഇവനതാവുന്ന കരുതണ്ട. ഇവൻ എങ്ങനെ പ്രസിഡന്റ് ആവാൻ നോക്കിയറിയാം? ഇവൻ ചുളുവില് പ്രസിഡന്റ് ആവാൻ പോയതാ. എടാ, ഇവന്റെ നേതാവില്ലേ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പാർട്ടിയുടെ, അയാള് ഫർദട്ടുകൊണ്ട് എപ്പോഴും ഒരു പെണ്ണുള്ള വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുത്രേ. കയ്യോട് കൂടി പിടിച്ചിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കും. അങ്ങനെ സ്ഥാനത്ത് പ്രസിഡന്റ് ആവാന്ന് മോഹിച്ചു പോയതാ കള്ളൻ. കാത്തുന്ന പോലെ തന്നെ ഫർദട്ടിട്ട ഒരാള് പോയി.
ഇവർ കയറി പിടിക്കുകയും ചെയ്ത് അടിക്കുകയും ചെയ്തു. പറഞ്ഞൂരി നോക്കിയപ്പോൾ ആരാ? നമ്മുടെ പീഡിയക്കാര അംസറ ഭാര്യ. നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് തല്ലുമ്പോൾ തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി. ആ അംസറ കാലടിയും പിടിച്ചിട്ട് ആ സ്ത്രീ കൊണ്ട് കേസില്ല എന്ന് പറഞ്ഞോണ്ടാ ഇപ്പൊ ഈ നിൽക്കണ്. നിങ്ങളുടെ നേതാവുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ അഴിയണ്ണി ഉണ്ടെന്ന് നിന്നിരിക്കണ്ടാവും. നാണോടാ നിനക്ക്? ചുമ്മാ നാണം കെടുത്താനായിട്ട് എത്ര കിട്ടില്ല പഠിക്കലുണ്ട് നീ. നോക്കടി അവന്റെ തലയിലെ പിറകെ നോക്ക്. മറ്റേ കൂറ അല്ല ഓറ ചൈതന്യം. ഇങ്ങനെ ഒരു ജന്തു എത്ര കൊണ്ടാലും പഠിക്കില്ല. ആ നിക്കണ നോക്കി നോക്ക്. നിയത്ത പ്രസിഡന്റിന് അഭിവാദ്യങ്ങൾ. പുതിയ പ്രസിഡന്റിന് അഭിവാദ്യം. ആ അതാണ് എടുത്തു വലിച്ചറിയത്. അറിയരുത്, ആവശ്യം വരും. നേതാവിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനകത്തൊരു മാല വീഴും. ആ Alien versus Alien.